കാർഷിക വാർത്തകൾ. വിപണിയിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് കുരുമുളക്. വിളവെടുപ്പിന് ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടതിനാൽ വില വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യൻ കുരുമുളക് വിപണി ശക്തമായ നിലയിൽ. ഓഫ് സീസൺ മുൻനിർത്തി കാർഷിക മേഖല ചരക്ക് നീക്കം നിയന്ത്രിച്ചതിനാൽ വാങ്ങലുകാരുടെ പ്രതീക്ഷയ്ക്കൊത്ത് കുരുമുളക് ലഭിച്ചില്ല. അതേസമയം കഴിഞ്ഞ 2 ആഴ്ചകളിൽ കുരുമുളക് വില ഇടിക്കാൻ അന്തർസംസ്ഥാന വ്യാപാരികൾ ശക്തമായ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. നേരത്തെ വിദേശ കുരുമുളക് ഇറക്കുമതി വരുമെന്ന വാർത്ത പ്രചരിപ്പിച്ച് വില കുറയ്ക്കാൻ അവർ നീക്കം നടത്തിയിരുന്നു. കുരുമുളക് വിളവെടുപ്പിന് ഇനി ചുരുങ്ങിയത് 4 മാസമെങ്കിലും കാത്തിരിക്കണം. ആ നിലയ്ക്ക് ഉൽപ്പന്ന വില വീണ്ടും മുന്നേറാം. അൺഗാർബിൾഡ് കുരുമുളക് വില കിലോ 644 രൂപയാണ്. ഹൈറേഞ്ചിൽ വാരാന്ത്യം നടന്ന 2 ലേലങ്ങളിലായി മൊത്തം 1 ലക്ഷം കിലോ ഏലയ്ക്ക വിൽപ്പനയ്ക്കിറങ്ങി. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ ആദ്യ ചരക്ക് തിരക്കിട്ട് വിൽപ്പനയ്ക്കെത്തിക്കുകയാണ് കർഷകർ. കൃഷി ചെലവുകൾ കണക്കിലെടുത്താണ് അവർ തിടുക്കം കൂട്ടുന്നത്. ശരാശരി ഇനങ്ങൾ 2350 രൂപ വരെ ഉയർന്നു. മികച്ച ഇനങ്ങൾക്ക് 2900 രൂപ. അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ഓർഡറുകളെ തുടർന്ന് കയറ്റുമതിക്കാർ ചരക്ക് സംഭരിക്കുന്നുണ്ട്. നവരാത്രി വിൽപ്പനയ്ക്കായി ആഭ്യന്തര ഇടപാടുകാരും ലേലത്തിൽ ചരക്കിനായി ഉത്സാഹിച്ചു. ഏഷ്യയിലെ പ്രമുഖ വിപണികളിൽ റബ്ബർ ഇന്ന് കൂടുതൽ മികവ് കാണിച്ചു. ജപ്പാൻ എക്സ്ചേഞ്ചിൽ നിരക്ക് 404 യെന്നിലേക്ക് ഉയർന്നത് ഇന്ത്യൻ റബ്ബറിലും ഉണർവ് ഉളവാക്കുമെന്ന് വിപണി കണക്കുകൂട്ടി. എന്നാൽ ടയർ കമ്പനികൾ നിരക്ക് താഴ്ത്തി ഷീറ്റ് സംഭരിക്കാനാണ് ശ്രമം നടത്തിയത്. 4ാം ഗ്രേഡ് കിലോ 224 രൂപയായും ഒട്ടുപാൽ 144 രൂപയായും താഴ്ന്നെങ്കിലും കുറഞ്ഞ വിലയ്ക്ക് ചരക്ക് കൈമാറാൻ വിൽപ്പനക്കാർ താൽപ്പര്യം കാണിച്ചില്ല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബസുമതി ഇതര വെള്ള അരിയുടെ കയറ്റുമതി വിലക്കൊഴിവാക്കി കേന്ദ്രം. ചില്ലറ വിൽപ്പന വില നിയന്ത്രണത്തിലായ സാഹചര്യത്തിലാണ് നടപടികൾ. കയറ്റുമതിക്ക് അനുമതി ലഭിച്ചതിനു പുറകെ ടണ്ണിന് $490 എന്ന മിനിമം കയറ്റുമതി വില ഉടൻ പ്രാബല്യത്തിൽ വരും. നിലവിൽ രാജ്യത്തെ ഗോഡൌണുകളിൽ വലിയ തോതിൽ അരി സ്റ്റോക്കുണ്ട്. ആഭ്യന്തര വിതരണം വർദ്ധിപ്പിക്കുന്നതിനായി 2023 ജൂലൈ 20 മുതലാണ് ബസുമതി ഇതര വെള്ള അരിയുടെ കയറ്റുമതി നിരോധിച്ചത്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വിജ്ഞാപനത്തിൽ തവിടുള്ള അരി, നെല്ല് എന്നിവയുടെ കയറ്റുമതി തീരുവ 10% കുറച്ചിട്ടുണ്ട്. ബസുമതി ഇതര വെള്ള അരിയുടെയും മറ്റിനം അരികളുടെയും കയറ്റുമതി തീരുവ ഇതുവരെ 20%. തീരുവയിലെ മാറ്റങ്ങൾ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു. സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ ബസുമതി അരിയുടെ അടിസ്ഥാന കയറ്റുമതി വില സർക്കാർ റദ്ദാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചെമ്മീൻ വ്യവസായ മേഖലയിൽ തൊഴിൽ ചൂഷണമെന്ന റിപ്പോർട്ട്. ഇന്ത്യ അടക്കം വിവിധ രാജ്യങ്ങളിൽ കഠിന തൊഴിൽ സാഹചര്യം നിലനിൽക്കുന്നതായാണ് റിപ്പോർട്ട്. പാശ്ചാത്യ സൂപ്പർമാർക്കറ്റുകൾ വില കുറച്ച് മൊത്തവിൽപ്പനയ്ക്ക് പ്രേരിപ്പിക്കുന്നതായാണ് കണ്ടെത്തൽ. ഈ സമ്മർദ്ദം വ്യവസായ മേഖലയിലെ അടിസ്ഥാന വിഭാഗത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നതായാണ് റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നത്. കൂലി വെട്ടിക്കുറക്കൽ, ജീവനക്കാരെ പിരിച്ചുവിടൽ, കൂടുതൽ സമയം തൊഴിൽ എന്നിങ്ങനെ ചെമ്മീൻ വ്യവസായ മേഖലയിലെ തൊഴിലാളികൾ വേതന അരക്ഷിതാവസ്ഥ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇന്ത്യ, വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലെ തൊഴിലാളികളാണ് ചൂഷണം നേരിടുന്നത്. NGOകൾ നടത്തിയ പഠനത്തിൽ വേതനത്തിൽ 20 മുതൽ 60% വരെ ഇടിവുണ്ടായതായാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും വലിയ ചെമ്മീൻ ഉൽപാദന രാജ്യങ്ങളാണ് ഇന്ത്യയും വിയറ്റ്നാമും ഇന്തോനേഷ്യയും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജനിതക മാറ്റം വരുത്തിയ വിളകൾക്കായി ദേശീയ നയം തയ്യാറാക്കുന്നതിന് രാജ്യവ്യാപകമായി കൂടിയാലോചനകൾ ആവശ്യപ്പെട്ട് ദക്ഷിണേന്ത്യൻ കർഷകർ. സുപ്രീം കോടതി നിർദ്ദേശം ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. കാർഷിക മേഖലയിലെ എല്ലാ പങ്കാളികളുമായി കൂടിയാലോചിച്ച് ദേശീയ നയം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് കർഷകർ ഈ ആവശ്യവുമായി മുന്നോട്ട് വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 40-ലധികം കർഷക സംഘടനകളുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. 5 സംസ്ഥാനങ്ങളിലെ കർഷകരാണ് കേന്ദ്ര നേതൃത്വത്തിനു മുന്നിൽ ആവശ്യവുമായി എത്തിയിരിക്കുന്നത്. വിത്ത് കമ്പനികൾക്ക് വിത്തുകളുടെയും ജനിതക വസ്തുക്കളുടെയും ബൗദ്ധിക സ്വത്തവകാശം നൽകുന്നതിനെ കർഷകർ എതിർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 224, RSS 5 221, ലാറ്റക്സ് 142, ജാതിക്ക 300, ജാതി പത്രി 1500 മുതൽ 1700 വരെ, ഗ്രാമ്പു 950, അടയ്ക്ക 250, കാപ്പിക്കുരു 225, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ
66,400, കുരുമുളക് അൺഗാർബിൾ 64,400, ഏലക്ക 2,200 മുതൽ 2,350 വരെ, വെളിച്ചെണ്ണ 19,500, കൊപ്ര 13,500, ചുക്ക് 36,000.